ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ലഗോൻ്റെ പാർട്സാണ് കേട്ടോ കറി വെക്കാൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. കുറച്ച് കൂടുതൽ മുട്ടയൊക്കെ കാണാനുണ്ട്. പിന്നെ കുടൽ അത് നമ്മൾ എടുക്കുന്നില്ല കേട്ടോ. കുടലിട്ടാൽ ഒരു പിരിഞ്ഞ പോലെ ഉണ്ടാകും കറി, അതുകൊണ്ട് ഞാൻ കുടലെടുക്കുന്നില്ല. കുടൽ മാത്രം ഇട്ടിട്ടുള്ളൊരു റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഏതായാലും നോമ്പൊക്കെ അല്ല, അതൊന്നും കഴിക്കാൻ ഇപ്പോൾ ഇവിടെ ആരും ഇല്ലാനോ. അപ്പോൾ പിന്നെ പാർട്സ് മാത്രം ഇത് പിന്നെ മുട്ടയും ലിവറും കക്കും കൂടി ഇട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു ചിന്ന മുട്ട എപ്പോഴും ചെയ്യുമ്പോൾ തന്നെ ഇതൊന്ന് മാറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് പൊട്ടി പോകാൻ ചാൻസ് കൂടുതലാണല്ലോ. അപ്പോൾ ഇതൊന്ന് ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് അതിലുള്ള ചിന്ന മുട്ട ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണേ. അപ്പോൾ ബാക്കിയുള്ളത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഒരുപാട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല, എങ്കിലും കാണാത്തവർക്ക് ചെറുതായിട്ടൊന്ന് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ഒരു 4-5 പ്രാവശ്യം തന്നെ നമ്മളിത് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോഴേ ഇത് നന്നായിട്ട് വൃത്തിയാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഒരു 4-5 പ്രാവശ്യം എന്തായാലും ചുരുങ്ങിയത് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ ഈ ഒരു ചെറിയ മുട്ടല്ലേ, അത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ ഒരു പരിധി ഉണ്ട്. കാരണം അത് അധികം പ്രസ് ചെയ്യാൻ പറ്റില്ല. അതിന്മേൽ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ കട്ട പിടിച്ച പോലെ ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു പൊറുതിയേടാണ് കാണുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യലെന്ന് വെച്ചാൽ, ആദ്യം കുറച്ച് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കും. അപ്പോൾ എന്താവും, അതിന്മേലുള്ള ബ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായി കഴുകിയതിന് ശേഷമാണ് കേട്ടോ പറഞ്ഞത്. ബ്ലഡോ അല്ലെങ്കിൽ എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് അതിലങ്ങോട്ട് പോയിക്കോളുമല്ലോ. അപ്പോൾ അത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടി മാത്രമല്ല ഞാനങ്ങനെ പുഴുങ്ങിയെടുക്കൽ. അപ്പോൾ അതും കൂടി ഒരു അല്ലെങ്കിൽ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ കട്ട പോലെ പിടിച്ചത് കാണുമ്പോൾ നമുക്കൊരു എന്തോ ഒരു പൊറുതിയേടാണല്ലോ, അതിനോണ്ടും കൂടെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ ഞാനത് ഇവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞ പോലെ മുട്ടയിലേക്ക് നന്നായി ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ഞാനൊന്ന് പുഴുങ്ങിയെടുക്കുകയാണ്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ബ്ലഡിൻ്റെ ഒരു ഇങ്ങനെ കട്ട പോലെ കാണാൻ പോവില്ല, നമുക്ക് പ്രസ് ചെയ്താൽ മുട്ട പൊട്ടി പോവുമല്ലോ. അപ്പോൾ അതെന്ത് ചെയ്യുക, ഇതേപോലെ ഒന്ന് പുഴുങ്ങിയെടുത്താൽ അതിലുള്ള ബ്ലഡൊക്കെ എന്ത് ചെയ്യും, ഈ വെള്ളത്തിലേക്ക് ഇങ്ങോട്ട് പോയിക്കോളൂ കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് ഉറപ്പായതിന് ശേഷം നമുക്കത് അടുപ്പത്തൊന്ന് ഇറക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ തക്കാളി ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുക്കറിലിട്ടിട്ട് ഞാൻ കുഴച്ചാണ് കേട്ടോ വെക്കുന്നത്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതേപോലെ മല്ലിപ്പൊടി എല്ലാം ഇട്ട് കൊടുക്കുന്നത്. പെരുംജീരകവും അതേപോലെ ചിക്കൻ മസാലയും എല്ലാ മസാലപ്പൊടികളും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മസാലപ്പൊടികളൊക്കെ ഓരോരുത്തർ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ആ ചിക്കൻ മസാല ആണ് ഇട്ടെടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ഒരു മുട്ട ഉണ്ടല്ലോ, അത് ഞാൻ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയിട്ട് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യുക, കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മുട്ട ഈ ഒരു സമയം പുഴുങ്ങാതാണ് ഇതിലിട്ട് വെച്ചാൽ നമുക്കിതിങ്ങനെ മിക്സ് ചെയ്യാൻ കഴിയില്ല, കാരണം അപ്പോഴത്തേക്ക് അത് പൊട്ടിപ്പോകുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അപ്പോൾ പൊട്ടിപ്പോകുന്ന ഒരു കാരണം മാത്രമല്ല, അതിലുള്ള ബ്ലഡൊക്കെ ഇങ്ങനെ കാണുന്നതുകൊണ്ടാണ് ഞാനതൊന്ന് പുഴുങ്ങിയെടുക്കൽ. അപ്പോൾ അതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ വെച്ച് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയിട്ടാണ് ഇത് ഉണ്ടാക്കൽ. അപ്പോൾ ഇന്ന് ഞാനൊരു എളുപ്പത്തിന് ഇതേപോലെ കുഴച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നോക്കി എല്ലാം ഞാൻ നന്നായിട്ട് ഇവിടെ കുഴച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് അറിയില്ല, അത് കക്കിൻ്റെ മുകളിൽ ഇങ്ങനെ ഉള്ളതാണ്. നെയ്യാണെന്നോ തോന്നുന്നു, ഞാൻ വിചാരിച്ചത് നെയ്യാണെന്നോ കേട്ടോ. പക്ഷേ അത് കറി വെച്ചപ്പോൾ നെയ്യൊന്നും ഇതിൽ കണ്ടിട്ടില്ല, അപ്പോൾ നെയ്യല്ലാന്ന് തോന്നുന്നു. അപ്പോൾ അതാ ഞാൻ കുക്കർ അടച്ച് വെച്ചിട്ട് ഒന്ന് വിസിലടുപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ആ ഒരു സമയം കൊണ്ട് ഞാൻ വേറൊരു പാത്രം, ഒരു ഉരുളിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ വലിയുള്ളിയോ, നിങ്ങൾക്ക് അരിയാനും സമയമുണ്ടെങ്കിൽ ചെറിയ ഉള്ളിയാണ് ഒന്നും കൂടെ നന്നാവുക കേട്ടോ. അത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചും പേസ്റ്റും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്കൊരു ഗോൾഡൻ കളറാകുന്ന വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില അതേപോലെ മല്ലിച്ചപ്പും ഇതിലേക്കും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മളതാ നോക്കുമ്പോൾ നമ്മളെ പാർട്സ് കറി ഞാൻ ഇവിടെ വിസിലടിച്ച് തുറന്ന് നോക്കിയിട്ടുണ്ട്, വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ, ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ. അപ്പോൾ അത് ഏകദേശം കളറ് മാറി വരുന്നുണ്ട്. ഈ ഒരു സമയം നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാക്കുന്ന എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ കൂട്ടിക്കാണെങ്കിൽ കരിഞ്ഞ് പോകട്ടോ, മുളകൊക്കെ അടി പിടിച്ച് കരിഞ്ഞ് ഒരു കയ്പ്പ് രസം വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. തീ കുറച്ച് വെച്ചതിന് ശേഷം മാത്രം ഇതേപോലെ ചെയ്യുക. അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച പാർട്സ് കറി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇതേപോലെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ്. ഇതുവരെ പാർട്സ് കറി ഉണ്ടാക്കാത്തവരും കഴിക്കാത്തവരൊക്കെ എല്ലാവരും ഇത് ഇതേപോലെ കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റുള്ള സംഭവമാണ്. പിന്നെ ഇതിൻ്റെ മുട്ട നമ്മൾ ചെറിയ കുട്ടിയൊക്കെ കൊടുക്കാൻ പാടില്ല. ഒരു 3 വയസ്സ് ആ ഒരു വയസ്സുണ്ടല്ലോ, കൊടുക്കാൻ പാടില്ല. അപ്പോൾ അവർക്ക് ദഹിക്കാൻ ഭയങ്കര പണിയായിരിക്കും. പിന്നെ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിലൊരു റബ്ബർ പോലെ ഒരു സംഭവം ഉണ്ടാവും. അത് പൊളിച്ചിട്ടേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. വേവിച്ചതിന് ശേഷം അത് പൊളിച്ചിട്ട് മാത്രം കൊടുക്കുക. അപ്പോൾ അല്ലാതെ കൊടുത്താൽ അവർക്ക് ദഹനത്തിന് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ വലിയവർക്ക് അത് പിന്നെ പ്രശ്നം വരില്ല. അപ്പോൾ അത് ആ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റിയായ നമ്മുടെ ചിക്കൻ പാർട്സ് കറി ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് കട്ട് ചെയ്യുന്നതും ക്ലീൻ ചെയ്തതൊന്നും കാണിക്കാൻ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.